BDS പാസ് ഔട്ടായി ഡെന്റൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാനുണ്ടാകും. അപ്പോൾ കുറേ പേരൊക്കെ കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് പുറത്ത് പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരള ഡെന്റൽ കൗൺസിൽ 5 വർഷം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ പുതുക്കേണ്ട സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പുതുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ കേരള ഡെന്റൽ കൗൺസിലിന്റെ സൈറ്റിൽ ചെന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കേരള ഡെന്റൽ കൗൺസിൽ റിന്യൂവൽ എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും. അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം. 2 പേപ്പർ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് വരുന്നത്. ആ ഫോം നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഫോം ആയിരിക്കും വരുന്നത്. ആ ഫോം നമ്മൾ റിന്യൂവൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, നമ്മളുടെ അഡ്രസ്സ് എടുത്തിട്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം അതേ തന്നെ കേരള ഡെന്റൽ കൗൺസിലിന്റെ സൈറ്റിൽ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിന്യൂവലിന്റെ ഒരു പേയ്മെന്റ് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫീസ് വരുന്നത് 1000 രൂപയാണ്. ആ 1000 രൂപ കൊടുത്ത് നമ്മൾ ആ പേയ്മെന്റ് സ്ലിപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ 1000 രൂപ ഓൺലൈനായിട്ട് ഗൂഗിൾ പേ വഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ സ്ലിപ്പും നമ്മൾ ഇതിൽ കൂടെ വെക്കുക. അതായത് നമ്മൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും പിന്നെ പേയ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുത്ത സ്ലിപ്പും പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരള ഡെന്റൽ കൗൺസിലിന്റെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും പിന്നെ നമ്മുടെ ഒരു സെൽഫ് എൻവലപ്പ് നമ്മൾ ആദ്യമുള്ള രജിസ്ട്രേഷൻ സമയത്തും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലോട്ട് അവർക്ക് അയച്ചു തരാൻ വേണ്ടി ഒരു എൻവലപ്പും ആ എൻവലപ്പിനകത്ത് 50 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് ടൂവും ഫ്രം അവരുടെ അഡ്രസ്സും അത് കോണ്ടാക്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ തന്നെ ഉണ്ട് അവരുടെ അഡ്രസ്സ്. ആ അഡ്രസ്സ് തന്നെ അവരുടെ അഡ്രസ്സ് നമ്മൾ എഴുതി ഫ്രമ്മിനും ടു നമ്മുടെ അഡ്രസ്സ് എഴുതിയിട്ട് ആ ഒരു എൻവലപ്പും ഈ നമ്മൾ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻ ഫോമും പേയ്മെന്റിന്റെ ഫോമും ഡെന്റൽ കൗൺസിലിന്റെ ഫോമും കൂടെ ചേർത്ത് നമ്മളൊരു എൻവലപ്പാക്കി അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അവർ നമുക്ക് റിന്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതാണ്.